ആർത്തലച്ചെത്തിയ പേമാരിയിൽ വീണുപോയി എൻ്റെ സ്വപ്നങ്ങളെല്ലാം. എങ്കിലും ഈ മണ്ണിൽ ഞാൻ വീണ്ടും ഒരു സൂര്യോദയത്തിനായി കാത്തിരിക്കും. വയനാടിൻ്റെ ഹൃദയഭൂമിയായ മുണ്ടക്കൈയും ചൂരൽമലയും ഒരൊറ്റ രാത്രി കൊണ്ട് പ്രകൃതിയുടെ കലിതുള്ളലിൽ ഇല്ലാതായപ്പോൾ ആ കണ്ണീർ കേരളത്തിൻ്റെ ആകെ നോവായി മാറി. ഉറ്റവരും ഉടയവരും സ്വപ്നം കണ്ടുണ്ടാക്കിയ സമ്പാദ്യങ്ങളും മണ്ണടിഞ്ഞ മനുഷ്യർക്ക് മുന്നിൽ പ്രത്യാശയുടെ കവാടങ്ങൾ തുറക്കുകയാണ് പുനരധിവാസ പദ്ധതികൾ. ഈ അതിജീവന പോരാട്ടത്തിൽ സമാനതകളില്ലാത്ത രണ്ട് മാതൃകകളാണ് നമുക്ക് മുന്നിലുള്ളത്. ഒന്ന്, സർക്കാർ വിഭാവനം ചെയ്ത അത്യാധുനിക ടൗൺഷിപ്പുകൾ. രണ്ട്, മുസ്ലിം ലീഗ് അഭയം പദ്ധതിയിലൂടെ അതിവേഗം പൂർത്തിയാക്കി ജനങ്ങൾക്ക് കൈമാറിയ സ്നേഹഭവനങ്ങൾ. ഈ രണ്ട് പദ്ധതികളുടെയും ഏറ്റവും വലിയ പ്രത്യേകത ഊർജ സ്വയം പര്യാപ്തതയാണ്. ഇരുളടഞ്ഞ ജീവിതങ്ങളിലേക്ക് സൂര്യപ്രകാശത്തിൻ്റെ കരുത്തിൽ വെളിച്ചമെത്തിക്കുന്ന സോളാർ പദ്ധതികളെക്കുറിച്ചാണ് ഈ വീഡിയോ വിശദമായി പറയുന്നത്. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മേപ്പാടി പഞ്ചായത്തിലെ കൽപ്പറ്റയ്ക്ക് സമീപമുള്ള എസ്റ്റേറ്റ് ഭൂമിയിലാണ് വിശാലമായ ടൗൺഷിപ്പ് ഒരുങ്ങുന്നത്. കേവലം വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നതിനുമപ്പുറം ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു സുസ്ഥിര നഗരം പോലെ ഇവിടെ നിർമ്മിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നൂതനമായ ഫ്രീ ഫാബ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് വീടുകളുടെ നിർമ്മാണം. കുറഞ്ഞ സമയത്തിനുള്ളിൽ സുരക്ഷിതവും ഈട് നിൽക്കുന്നതുമായ വീടുകൾ ഇതിലൂടെ ഉറപ്പാക്കുകയാണ്. ഓരോ വീടിനും കൃത്യമായ ഭൂമിയും വിശാലമായ സൗകര്യങ്ങളും സർക്കാർ വിഭാവനം ചെയ്തിട്ടുമുണ്ട്. ദുരന്തബാധിതരായ കുടുംബങ്ങൾക്ക് എല്ലാവിധ പൊതു സൗകര്യങ്ങളും ലഭ്യമാകുന്ന അത്തരത്തിൽ സ്കൂളുകൾ, പാർക്കുകൾ, കമ്മ്യൂണിറ്റി സെൻ്ററുകൾ എന്നിവ അടങ്ങിയ ഒരു സമ്പൂർണ്ണ ഗ്രാമമാണ് ഇവിടെ ഉയർത്തുന്നത്. സർക്കാർ നിർമ്മിക്കുന്ന ഓരോ വീടിനും മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ അനർട്ടിന് വിപുലമായ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സർക്കാർ ഏജൻസിയാണല്ലോ സോളാർ ഏജൻസി, ഈ ഒരു അനർട്ട് എന്ന് പറയുന്നത്. ഈ വീടുകളെ നെറ്റ് സീറോ എനർജി വീടുകളാക്കി മാറ്റാനാണ് സർക്കാർ ആലോചിക്കുന്നത്. അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള വൈദ്യുതി അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക. ഏകദേശം 2 കിലോവാട്ട് മുതൽ 3 കിലോവാട്ട് വരെയുള്ള സോളാർ പ്ലാന്റുകൾ വഴിയാണ് ഇത് സാധ്യമാക്കുന്നത്. ഇതുവഴി പകൽ സമയത്തെ വൈദ്യുതി ആവശ്യങ്ങൾ സോളാർ വഴി നടക്കും. അധികം വരുന്ന വൈദ്യുതി KSEB ഗ്രിഡിലേക്ക് നൽകുന്ന ഓൺ ഗ്രിഡ് സംവിധാനത്തിലൂടെ കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ലാഭവും ലഭിക്കും. മാസാമാസം വരുന്ന കറണ്ട് ബില്ല് ദുരന്തബാധിതർക്ക് ഒരു അധിക ബാധ്യതയാകരുത് എന്ന ഉറച്ച തീരുമാനമാണ് ഈ പദ്ധതിക്ക് പിന്നിലുള്ളത്. സർക്കാർ പദ്ധതികൾക്ക് സമാന്തരമായി തന്നെ തോളോട് തോൾ ചേർന്ന് നടന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നടപ്പിലാക്കിയ അഭയം പുനരധിവാസ പദ്ധതി. തൃക്കൈപ്പറ്റയിലെ വെള്ളിത്തോട് ഗ്രാമത്തിൽ 11 ഏക്കർ ഭൂമിയിലാണ് ഈ സ്നേഹഗ്രാമം ഒരുങ്ങിയത്. ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയ 51 വീടുകൾ ഇതിനോടകം തന്നെ കൈമാറിക്കഴിഞ്ഞു. എന്നാൽ സർക്കാർ വീടുകളുടെ മുഴുവൻ പണിയും തീർപ്പാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന വാസ്തവം കൂടി നമ്മൾ ഇതുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. 1060 ചതുരശ്ര അടി വിസ്തീർണമുള്ള 3 കിടപ്പുമുറികളോട് കൂടിയ ആധുനിക വീടുകളാണ് ലീഗ് കൈമാറിയത്. ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ സർക്കാർ നൽകിയ പട്ടികയിൽ നിന്ന് ഏറ്റവും അർഹരായവരെ കണ്ടെത്തിയാണ് ഈ വീടുകൾ നൽകിയത്. വീടിനൊപ്പം തന്നെ കട്ടിൽ, മെത്ത, സോഫ, TV, ഗൃഹോപകരണങ്ങൾ എന്നിവയെല്ലാം നൽകിക്കൊണ്ട് ഒരു കുടുംബത്തിന് താമസം തുടങ്ങാൻ ആവശ്യമായതെല്ലാം മുസ്ലിം ലീഗ് ഉറപ്പാക്കി.
അഭയം പദ്ധതിയിലും ഏറ്റവും വലിയ സവിശേഷത അതിലെ സോളാർ ഇൻസ്റ്റലേഷനാണ്. 51 വീടുകളുടെയും മുകളിൽ പ്രത്യേകം സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഈ വീടുകൾ പൂർണ്ണമായും ഊർജ്ജ സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുകയാണ്. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സൗജന്യമായി വൈദ്യുതി ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷ്യം. സോളാർ പാനലുകൾ വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി വീടിനുള്ളിലെ ലൈറ്റുകൾക്കും മറ്റ് ഉപകരണങ്ങൾക്കും ഉപയോഗിക്കാവുന്ന തരത്തിൽ തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദമായ ഒരു കോളനി എന്ന നിലയിൽ ഈ വീടുകൾ വയനാടിൻ്റെ പ്രകൃതിക്ക് ഇണങ്ങുന്നതുമാണ്. ഈ സോളാർ സംവിധാനത്തിൻ്റെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കാൻ ആവശ്യമായ സാങ്കേതിക സഹായങ്ങളും പദ്ധതിയുടെ ഭാഗമായി നൽകുന്നുമുണ്ട്. ഇതുവഴി കുടുംബങ്ങൾക്ക് ഭാവിയിൽ വലിയ തുകകൾ വൈദ്യുത ബില്ലായി അടയ്ക്കേണ്ടി വരുന്നില്ല. സർക്കാർ പദ്ധതിയിൽ പോലെ തന്നെ ഒരു സന്നദ്ധ സംഘടന ഇത്രയും ദീർഘവീക്ഷണത്തോടെ ഒരു സോളാർ ഗ്രാമം നിർമ്മിക്കുന്നത് വലിയൊരു ചരിത്രമാണ്. സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പുകളും മുസ്ലിം ലീഗിൻ്റെ അഭയം പദ്ധതിയും ഒരുപോലെ ഊന്നിപ്പറയുന്നത് സുസ്ഥിരതയെക്കുറിച്ചാണ്. വയനാട് പോലെ പ്രകൃതിലോലമായ ഒരിടത്ത് സോളാർ എനർജി പോലുള്ള പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നത് കാർബൺ ഫുട് പ്രിൻ്റ് കുറയ്ക്കാൻ സഹായിക്കും എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ തന്നെയാണ്. സർക്കാർ അനേർട്ടുമായി ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളും മുസ്ലിം ലീഗ് സ്വയം മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ സോളാർ പദ്ധതിയും ഒരേ ലക്ഷ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പുനരധിവാസം എന്നത് കേവലം 4 ചുമരുകൾക്കകത്ത് ഒതുങ്ങേണ്ട ഒന്നല്ല, മറിച്ച് ആ കുടുംബങ്ങളുടെ ജീവിതം സാമ്പത്തികമായും സാമൂഹികമായും ഉയർത്തുന്ന ഒന്നായിരിക്കണമെന്ന നിശ്ചയമാണ്. സോളാർ പാനലുകൾ വഴി ലാഭിക്കുന്ന ഓരോ രൂപയും ആ കുടുംബങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കും. മുണ്ടക്കയുടെയും ചൂരൽമലയുടെയും മണ്ണിൽ വീണ്ടും പ്രതീക്ഷകൾ തളിർക്കുകയാണ്. സർക്കാരും സന്നദ്ധ സംഘടനകളും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുമ്പോൾ വയനാട് അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ വരികയാണ്. വെള്ളിത്തോട്ടിലെ 51 വീടുകളിൽ നിന്ന് ഉയരുന്ന പ്രകാശവും സർക്കാർ ടൗൺഷിപ്പുകളിൽ നിന്ന് വരാനിരിക്കുന്ന വെളിച്ചവും അതിജീവനത്തിൻ്റെ പുതുവെളിച്ചമാണ്. സൂര്യപ്രകാശത്തെ ഊർജമാക്കി മാറ്റി സ്വന്തം കാലിൽ നിൽക്കാൻ ഈ കുടുംബങ്ങളെ പ്രാപ്തരാക്കുന്ന ഈ സോളാർ ഗ്രാമങ്ങൾ കേരളത്തിന് ജാതി മത ഭേദമന്യേ രാഷ്ട്രീയത്തെ മാറ്റിവെച്ചുകൊണ്ട് എന്നും അഭിമാന സ്തംഭങ്ങളായി നിലനിൽക്കട്ടെ. ഇരുളടഞ്ഞ രാത്രികളെ ഭേദിച്ച് വയനാട് ഉദിച്ചുയരുകയാണ് സോളാർ കരുത്തിൽ കൂടുതൽ തിളക്കത്തോടെ. നന്ദി, നമസ്കാരം.